Hi friends and welcome back to Nutties vlog. നമ്മൾ കുറേ ആയില്ലേ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ പച്ചടി. അതിനായിട്ട് ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ എടുത്തിട്ട് ഒരു കപ്പോളം ഉണ്ട് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാം ഒരു കപ്പ് ഫുള്ള് അധികം മധുരമൊന്നും ഇല്ലാത്തൊരു പൈനാപ്പിൾ ആണ്. അത് ഇങ്ങനെ ഒരു ക്യൂബ് റെക്ടാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തു. ഇനി ഒരു ചെറിയ കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വിസിലോളം മാത്രം മതി. അപ്പൊ പൈനാപ്പിൾ ഒക്കെ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഈ കുക്കറിൽ തന്നെ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഒരല്പം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി എരിവിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റി മറിച്ചും ഒക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിന് പച്ചമുളകും ആഡ് ചെയ്യും. അപ്പൊ ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്കിപ്പോ ഒരു അല്പം ഉപ്പിടാം. പിന്നെ ഇത് തിളപ്പിച്ചൊക്കെ അതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പൈനാപ്പിളിന്റെ മധുരത്തിനനുസരിച്ച് നമുക്കിതിൽ പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പം അധികം മധുരമില്ലാത്ത പൈനാപ്പിൾ ആണെങ്കിൽ അത്യാവശ്യം പഞ്ചസാരയും കൂടി ഇപ്പം ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്രയും സാധനത്തിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ കൂടുതലായിട്ട് വെക്കാം. ഏകദേശം ഒരു വിസിൽ വരെ ഇതൊന്ന് ചൂടാക്കാം, ഗ്യാസിൽ വെക്കാം. അപ്പൊ ഇത് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എന്ന് പറയുന്നത് ഒരു കപ്പ് പൈനാപ്പിൾ ആണെങ്കിൽ ഒരു 1/2 കപ്പ് 1/4 കപ്പ് വരെ തേങ്ങ, ഒരു 1/2 കപ്പോളം എടുത്താൽ മതി. 1/2 കപ്പ് തേങ്ങ എടുക്കാം. ഇനി അരപ്പിന് വേണ്ട ബാക്കി സാധനമൊക്കെ നമുക്ക് ഈ തേങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ വേണ്ടത് ഒരല്പം ജീരകം, ഒരല്പം നല്ല ജീരകം ഈ തേങ്ങയിലേക്ക് ആഡ് ചെയ്യുന്നു. പിന്നെ ഒരല്പം കടുകിട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പൊ ഇത് ഓപ്ഷണൽ ആണ്. ഇത് ചിലരൊന്നും ആഡ് ചെയ്യാറില്ല. അപ്പൊ നമ്മൾ കുറച്ച് കടുകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് കറിവേപ്പില. അപ്പൊ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. പിന്നെ എരിവിനനുസരിച്ച് 1-2 പച്ചമുളക്, ഇവിടെ 2 പച്ചമുളക് മുറിച്ചിട്ടതാണ്. പച്ചമുളകും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഈ സമയം നമ്മള് പൈനാപ്പിൾ അവിടെ വെന്തിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ കുക്കർ തുറന്നു നോക്കാം. എന്താ പൈനാപ്പിൾ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിളിനെ ചെറുതായി ഒന്ന് കയ്യിലൊക്കെ ഇട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പൊ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, അലിഞ്ഞൊന്നും പോകരുത്. അപ്പൊ ഇതുപോലെ ഒന്ന് ഒരു വിസിലിന് ഇത്രയൊക്കെ വെന്ത് വന്ന പൈനാപ്പിളിനൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ നന്നായി തേങ്ങയൊക്കെ അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ആ തേങ്ങ അരച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവില് ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ചു വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതാണ് തൈര്. അപ്പൊ ഇത് നന്നായി ഒന്ന് തിളച്ചു വരുമ്പോ ഒരു 2 സ്പൂൺ തൈര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് നമ്മൾ കടുകും പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ പച്ചടി. ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.